പിന്നെ ഉണക്കുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലമെന്ന് വെച്ചാൽ വട്ടവടയിലേക്കാണ് കേട്ടോ. മൂന്നാർ വഴി വട്ടവടയിലേക്ക് പോകുമ്പോഴേക്കും ആദ്യം കയറുന്നത് നമ്മുടെ ഫോട്ടോ പോയിൻ്റ് ആണ് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ വരുന്നതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക്. ആ കാഴ്ച കാണേണ്ടത് തന്നെയാണ്. എന്ത് രസമാണെന്നറിയാമോ കാണാൻ. ഇപ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും വീണ്ടും വട്ടവടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാട്ടുപ്പെട്ടി ഡാമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴേക്കും നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ആനക്കുട്ടന്മാരെ കാണാറുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷെ ഞങ്ങൾ പോയപ്പോഴേക്കും അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഗായ്സ്, ദേ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. ഇനിയാണ് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ശരിക്കും വന്ന വഴിക്ക് കിട്ടിയ തണുപ്പൊന്നും അല്ല കേട്ടോ. കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും നമുക്ക് കിട്ടിയ തണുപ്പ് അതൊരു അപാരമായ തണുപ്പ് തന്നെയായിരുന്നു ഗായ്സ്. കാടിൻ്റെ ഉള്ളിൽ കൂടി വന്നപ്പോൾ തന്നെ നല്ല ഉഗ്രം കാഴ്ച കണ്ടായിരുന്നു കേട്ടോ. 2 കാട്ടുപോത്ത് തമ്മിൽ നല്ല യുദ്ധം. ആഹാ, എന്താ രസം കാണാൻ. അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയോട്ടി. ഒരുപാട് കാടും മലകളൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാട്ടുപോത്തുകൾ തമ്മിൽ ഇടിപിടിക്കുന്നത് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുള്ളത് വട്ടവടയിലാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും വട്ടവടയിൽ കാട്ടുപോത്തിനെ കാണാതെ പോകാറില്ല. അങ്ങനെ ഗായ്സ്, ദേ നമ്മൾ ഫോറസ്റ്റൊക്കെ കയറിയിട്ട് വട്ടവട വില്ലേജിലേക്ക് എത്തി കേട്ടോ.
നമ്മളിതേ വട്ടവടയുടെ ടോപ്പിലെത്തി കേട്ടോ. ടോപ്പിലാണ് നമ്മുടെ റൂമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ വഴി കൂടി കുറച്ച് മേലോട്ട് നമുക്ക് കയറണം കേട്ടോ നമ്മുടെ റൂമിലേക്ക് പോകണമെങ്കിൽ. മാജിക് മൗണ്ടൻ എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. വട്ടവടയിൽ വന്നവർ ഉറപ്പായിട്ട് ഇവിടെ വന്നൊന്ന് റൂം എടുക്കണം കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി വൈബാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്ന് ദേ ഒന്ന് താഴത്തോട്ടൊന്ന് നോക്കിയേ, എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ഒരു ഈവനിങ് മൂഡൊക്കെ ആകുമ്പോഴേക്കും ഈ ബാൽക്കണി വന്നിരുന്നിട്ട് ആ തണുത്ത കാറ്റത്ത് ഒരു തണുത്ത ബിയർ അടിക്കാമെങ്കിലില്ലേ, ഇതിലും വലിയ സ്വർഗ്ഗം ഇനി വേറെ ഒന്നുമില്ല ഗൈസ്. ഗൈസ് ദേ നമ്മുടെ ഊട്ടിപ്പൂ നിൽക്കണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ പറിച്ചായിരുന്നു കേട്ടോ. റിസോർട്ടിൻ്റെ ഓണർ ചേട്ടൻ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ പറിച്ചു തരുന്നത്. നമ്മളവിടെ കണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഇല്ലീസാണ്. ചേട്ടൻ മരത്തേക്കേറിയ പറിക്കണം. ഗൈസ് വെളുത്തുള്ളി
ഇതിനെ ഉണക്കണല്ലേ? ഉണക്കില്ലേ? ഉണക്കിയെടുക്കുന്നു. ഗൈസ്, അപ്പോൾ അതെ ആ ചേട്ടാ സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രഷ് സാധനം ഒരിക്കലും കിട്ടാൻ പോകുന്നത്, പറിച്ച് നമ്മുടെ കയ്യിലേക്കാണ് വരുന്നത്. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? ആദ്യം പറഞ്ഞ പുളിയായിരുന്നു. ഇപ്പൊ മധുരം ഉണ്ടല്ലേ? നല്ല പഴുത്തതാ. ചീസിലൊക്കെ കണ്ടിട്ടുണ്ട് വെക്കണത്. നമ്മുടെ സലാഡ് വാങ്ങൂലേ മാളിന്ന്, അതിലുണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് സ്ട്രോബെറി വൈനും വാങ്ങിച്ചോ. അത്യാവശ്യം നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ചേട്ടൻ പറിച്ചു തന്നായിരുന്നു. അപ്പോൾ ഗൈസ് ദേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ബീട്രൂട്ട്, ക്യാരറ്റ്, സ്ട്രോബെറി ഒക്കെ പറിച്ചു തരും കേട്ടോ. അങ്ങനെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഞങ്ങൾ പറിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഊണ് കഴിക്കാനാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു വട്ടവട? വട്ടവട പൊളിയല്ലേ? പോടാറുകൊണ്ട് നോക്കി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. ഇറ്റ്സ് മീ വൈഗ.